അയർലൻഡിലെ ഡബ്ലിനിൽ ഒരു ഇന്ത്യക്കാരന് നേരെ നടന്ന ക്രൂരമായ വംശീയാക്രമണത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തമാകുന്നു. ജൂലൈ 19 ശനിയാഴ്ച താലയിലെ കിൽനമനാഗിലുള്ള പാർക്ക് ഹിൽ റോഡിൽ വെച്ചാണ് സംഭവം. കുട്ടികളോട് മോശമായി പെരുമാറിയെന്ന തെറ്റായ ആരോപണം ഉന്നയിച്ച് ഒരു സംഘം ആളുകൾ ഇന്ത്യക്കാരനെ ക്രൂരമായി മർദ്ദിക്കുകയും വസ്ത്രം വലിച്ചഴിച്ച് അപമാനിക്കുകയും ചെയ്തത്. ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ താല യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകിയിരുന്നു. ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവത്തിന് പിന്നാലെ ജൂലൈ 26 ശനിയാഴ്ച ഡബ്ലിൻ സിറ്റി ഹാളിൽ നിന്നും സിറ്റി സെന്ററിൽ നിന്നും അയർലൻഡ് പാർലമെന്റിലേക്ക് വൻ പ്രതിഷേധ മാർച്ച് നടന്നു. കുടിയേറ്റ് പ്രതിഫലിക്കുന്നതായിരുന്നു ഈ പ്രതിഷേധം. ആക്രമണത്തിന്റെ ക്രൂരതയും പൊതുജനരോഷവും ജൂലൈ 19 നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെയാണ് സംഭവം പൊതുശ്രദ്ധയിലെത്തുന്നത്. നിരപരാധിയായ ഒരു വ്യക്തിയെ തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണത്തിന്റെ പേരിൽ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ശാരീരികമായി ഉപദ്രവിക്കുകയും വ്യക്തിപരമായ അതിക്രമം നടത്തുകയും ചെയ്തത് അയർലൻഡിലെ കുടിയേറ്റ സമൂഹത്തിൽ വലിയ ആശങ്കയും രോഷവുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആക്രമണത്തിനിരയായ ഇന്ത്യക്കാരന്റെ വസ്ത്രം വലിച്ചഴിക്കുകയും ശാരീരികമായി മർദ്ദിക്കുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ ഡബ്ലിനിലെ ഇന്ത്യൻ എംബസിയിലെയായ വ്യക്തിക്കും കുടുംബത്തിനും പിന്തുണ അറിയിക്കുകയും ഗാർഡെ സംഭവത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ഗാർഡെ ഈ ആക്രമണം വംശീയ സ്വഭാവമുള്ളതാണെന്ന് പ്രാഥമികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സംഭവം ഒറ്റപ്പെട്ടതല്ലെന്നും കുടിയേറ്റക്കാർക്ക് നേരെ അയർലൻഡിൽ വർദ്ധിച്ചു വരുന്ന വംശീയാക്രമണങ്ങളുടെ ഒരു കണ്ണിയാണിതെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. തങ്ങളുടെ കുട്ടികളെ പുറത്തുവിടാൻ പോലും കുടിയേറ്റക്കാർ ഭയപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് അവർ ആശങ്ക അറിയിച്ചു. അയർലൻഡിൽ സമാധാനപരമായി ജീവിക്കുന്ന കുടിയേറ്റക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ അധികാരികൾക്ക് കഴിയുന്നില്ലെന്ന വിമർശനവും ഉയർന്നു വരുന്നുണ്ട്. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ജൂലൈ 26 ശനിയാഴ്ച നടന്ന പാർലമെന്റ് മാർച്ച് കുടിയേറ്റ സമൂഹത്തിന്റെ ഐക്യം വിളിച്ചോതുന്നതായിരുന്നു. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് പുറമെ അയർലൻഡിലെ പൗരന്മാരും വിവിധ ട്രേഡ് യൂണിയനുകളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഡബ്ലിൻ സിറ്റി ഹാളിൽ നിന്നും സിറ്റി സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് പാർലമെന്റിന് മുന്നിൽ സമാപിച്ചു. ഏകദേശം 800ഓളം പേരാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ. നിരവധി സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയക്കാരും പ്രതിഷേധത്തിന്റെ ഭാഗമായി. വംശീയതയ്ക്കെതിരെ ഒരുമിക്കാനും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മെച്ചപ്പെട്ട സുരക്ഷയൊരുക്കാനും അധികാരികൾ ശക്തമായ നടപടികൾ സ്വീകരിക്കാനും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധക്കാർ അണിനിരുന്നത്. ഓൾ ലൈവ്സ് മാറ്റർ, അയർലൻഡ് ഈസ് ഹോം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ആലേഖനം ചെയ്ത പ്ലക്കാർഡുകൾ പ്രതിഷേധക്കാർ ഉയർത്തിപ്പിടിച്ചു. ഈ മുദ്രാവാക്യങ്ങൾ അയർലൻഡിൽ സുരക്ഷിതമായി ജീവിക്കാനുള്ള കുടിയേറ്റ സമൂഹത്തിന്റെ അവകാശത്തെയും ആഗ്രഹത്തെയും എടുത്തു കാണിക്കുന്നതായിരുന്നു. ഇന്ത്യക്കാരനെതിരായ ക്രൂരമായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ന്യൂനപക്ഷ സംരക്ഷണം ലക്ഷ്യമാക്കി ഒരു ഓൺലൈൻ നിവേദനവും സമർപ്പിച്ചിരുന്നു. 15,000ഓളം പേർ ഒപ്പുവെച്ച ഈ നിവേദനം നീതിന്യായ വകുപ്പ് മന്ത്രി ജിം ഒ കലാഗാന് സമർപ്പിച്ചു. രാജ്യത്തെ കുടിയേറ്റക്കാർക്ക് നേരെയുണ്ടാകുന്ന വംശീയാക്രമണങ്ങൾ തടയുന്നതിനും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിനും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നിവേദനത്തിലെ പ്രധാന ആവശ്യം. പ്രതിഷേധക്കാർ ഗാർഡയുടെ ഇടപെടലിനും ഇരയായ വ്യക്തിയുടെ കുടുംബത്തിന് പിന്തുണ നൽകിയ ഡബ്ലിനിലെ ഇന്ത്യൻ എംബസിക്കും നന്ദി രേഖപ്പെടുത്തി. അയർലൻഡിലെ കുടിയേറ്റ സമൂഹമാകെ ഈ ആക്രമണത്തിൽ വളരെ രോഷാകുലരാണെന്നും ഇത് ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാനാവില്ലെന്നും അവർ ആവർത്തിച്ച് വ്യക്തമാക്കി. കുടിയേറ്റക്കാരെ ലക്ഷ്യം വെച്ചുള്ള നിരവധി സംഭവങ്ങളിലൊന്നും മാത്രമാണിതെന്നും അവർ ചൂണ്ടിക്കാട്ടി. അതേസമയം നീതിന്യായ വകുപ്പ് കെട്ടിടത്തിന് മുന്നിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു കൂട്ടം ആളുകൾ പ്രതിഷേധ സൂചകമായി ശാന്തമായ സംഗമവും നടത്തിയിരുന്നു. ഇത് വംശീയതയ്ക്കെതിരെയുള്ള പൊതുവികാരം എത്രത്തോളം ശക്തമാണെന്ന് വിളിച്ചോതുന്നതായിരുന്നു. അയർലൻഡിൽ ലക്ഷത്തിലധികം വരുന്ന ഇന്ത്യൻ കുടിയേറ്റക്കാരുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിലും സാമൂഹിക മുന്നേറ്റത്തിലും ഇന്ത്യൻ പ്രവാസികളുടെ പങ്ക് വളരെ വലുതാണ്. പ്രത്യേകിച്ചും IT, ആരോഗ്യ മേഖലകളിൽ ഇന്ത്യക്കാരുടെ സേവനം ഒഴിച്ചുകൂടാനാവാത്തതാണ്. നിരവധി ഡോക്ടർമാർ, നഴ്സുമാർ, IT പ്രൊഫഷണലുകൾ എന്നിവർ അയർലൻഡിൽ ജോലി ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ തങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാനും ജോലി ചെയ്യാനും കഴിയുന്ന ഒരു അന്തരീക്ഷം ഉറപ്പാക്കേണ്ടത് അയർലൻഡ് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. ഈ ആക്രമണം അയർലൻഡിന്റെ ബഹുസാംസ്കാരിക സമൂഹത്തിന് ഒരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വംശീയതയെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ലെന്ന് അയർലൻഡ് സർക്കാർ ആവർത്തിച്ച് പറയുമ്പോഴും ഇത്തരം സംഭവങ്ങൾ കുടിയേറ്റ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണ്. അയർലൻഡിന്റെ സമാധാനപരവും ബഹുസാംസ്കാരികവുമായ പ്രതിച്ഛായ നിലനിർത്തുന്നതിന് ഇത് അത്യന്താപേക്ഷിതമാണ്.